ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജില്ലാ പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജവഹർ ഓഡിറ്റോറിയത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി കൂടി വരുന്ന ഒരു സ്ട്രക്ചറായിട്ടാണ് റെസിഡൻസ് അസോസിയേഷൻ മാറുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഘടനയാണ്. അതായത് പലപ്പോഴും കുട്ടികൾ മുതിർന്ന ആളുകളാണ് ജോലിക്കായിട്ട് പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ വീടുകളിൽ ബാക്കി വരുന്നത് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ മുന്നത്തെ ജനറേഷനുള്ള ആളുകളായിരിക്കും. പല കാര്യങ്ങളിലും ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള പണ്ടത്തെ ശേഷിയില്ലാത്ത പലധികം ആളുകൾ വീടുകളിൽ ഉണ്ടാവും. കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ അടുത്ത 50 വർഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് അഡീഷണൽ SP പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം, റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി എന്നിവയെക്കുറിച്ച് ഹരിത കേരളം ജില്ലാ മിഷൻ റിസോഴ്സസ് പേഴ്സൺ സുനിൽ ദത്ത് വിശദീകരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സൈബർ സെൽ സീനിയർ CPO BS അനൂപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KP മുരളീകൃഷ്ണൻ, K പങ്കജവല്ലി, VA രാമാനുജൻ, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, MV സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഓരോ അസോസിയേഷനുകളിൽ നിന്നും 3 പേർ വീതമാണ് സെമിനാറിൽ പങ്കെടുത്തത്. തന്നെ മാതൃകയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തി വരുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് തന്നെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് മായി ബന്ധപ്പെട്ട ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, നമ്മുടെ നാടും വികസിത രാജ്യങ്ങളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, വികസിത രാജ്യങ്ങളൊക്കെ ജനങ്ങളെ നിയമം സ്വമേധയ അനുസരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഒരു രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ ക്ഷേമത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും നമ്മുടെ സമാനത്തോടെയുള്ള ജീവിതത്തിനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഓരോ രാജ്യത്തെ ജനങ്ങളുടെ എന്താണ് അവരുടെ ഉയർന്ന പൗരബോധം കാണിക്കുന്നത്. നമ്മളൊക്കെ നമുക്കറിയാം, നമ്മുടെ റോഡ് നിയമങ്ങൾ, നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്നത് പോലീസിന് വേണ്ടിയല്ല, നമ്മുടെ വണ്ടി യഥാർത്ഥ സ്പീഡിൽ ഓടിക്കുന്നത് പോലീസിന് വേണ്ടിയല്ല, അതുപോലെ ബാക്കിയുള്ള റോഡ് നിയമങ്ങൾ അനുസരിക്കുന്നത് പോലീസിന് വേണ്ടിയല്ല എന്ന് എപ്പോഴാണോ നമുക്ക് ബോധ്യം. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെ ഹെൽമെറ്റ് വെക്കുന്നതൊന്ന് CC സ്പീഡ് എന്താണ് മുകളിലത്തെ CCTV ക്യാമറ കാണുമ്പോഴും പോലീസ് ചെക്കിങ് കാണുമ്പോഴാണ് നമ്മൾ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇടുന്നതെന്ന് പറയാതെ വയ്യ.